കാഴ്ചകളുടെ ഹരിതസമൃദ്ധിയിൽ നിറഞ്ഞ പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരഭൂമി, കാടിനോടും പുഴയോടും കാട്ടുമൃഗങ്ങളോടും മല്ലിട്ട് മണ്ണിൽ പൊന്നുവിളയിക്കുന്ന മലയോര കർഷകരുടെ ഭൂമി. മലപ്പുറം ജില്ലയിലെ അതിവിശാലമായ പ്രകൃതിയുടെ മട്ടുപ്പാവിൽ മനം കവരുന്ന ജൈവ വൈവിധ്യങ്ങളാൽ പ്രസിദ്ധമായ നിലമ്പൂരിൽ നിന്നും 7 കിലോമീറ്റർ മാറി ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ വ്യത്യസ്തതയാർന്ന കൃഷിരീതികൾ കൊണ്ട് മനം കവരുകയാണ് ശ്രീ മാത്തുക്കുട്ടി ജോസ്. എൻ്റെ കൃഷിയിടം എന്ന പരിപാടിയിൽ ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്നത് ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ ശ്രീ ജോസ് ഇഞ്ചനാൽ എന്ന കർഷകന്റെ കൃഷിയിടമാണ്. 52 വർഷമായിട്ട് തൊടുപുഴയിൽ നിന്ന് ഇവിടെ കുടിയേറിയ കർഷകനാണ്. കൃഷി താല്പര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ വന്നതാണ്. സ്വന്തം ഇഷ്ടപ്രകാരം കൃഷിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നുകൂടിയതാണ്. അന്ന് മുതൽ കൃഷി തന്നെയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് റബ്ബർ കൃഷി ഉണ്ടായിരുന്നു മെയിനായിട്ട്, പിന്നെ തെങ്ങ്, കമുക്, കുരുമുളക് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം ഒരു കുറച്ച് കാലമായിട്ട് ഒരു 3-4 വർഷമായിട്ട് മറ്റ് കൃഷിയിലൂടെ റബ്ബർ കുറച്ച് ഒഴിവാക്കിയിട്ട് തെങ്ങും മറ്റ് ഫലവൃക്ഷങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ തുടങ്ങി. ചാലിയാർ പഞ്ചായത്തിലെ മികച്ച ഒരു കർഷകനാണ് ശ്രീ ജോസ് ഇഞ്ചനാൽ. ഏകദേശം 5 ഏക്കറോളം സ്ഥലത്ത് തെങ്ങ്, കമുക്, ഡ്രാഗൺ ഫ്രൂട്ട് എന്നീ വിളകളാണ് കൃഷി ചെയ്തു വരുന്നത്. പരമ്പരാഗതമായി കൂവക്കൃഷി ചെയ്തിരുന്ന ഇദ്ദേഹം സ്വന്തമായി കൂവപ്പൊടി ഉൽപാദനം ആരംഭിച്ച് വിപണിയിലെത്തിച്ചിരുന്നു. അതിൽ നിന്നും ഉള്ള പ്രചോദനം കൊണ്ട് സ്വന്തമായിട്ടൊരു ബ്രാൻഡിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇപ്പോൾ ഇൻജോസ് ഫുഡ് പ്രൊഡക്ട്സ് എന്ന പേരിൽ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. പരമ്പരാഗത കൃഷി കുടുംബത്തിൽ പിറന്ന ജോസേട്ടന് കൃഷി എന്നും മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ പരമ്പരാഗതമായി ചെയ്തു വരുന്ന ഏകവിള കൃഷി രീതിയിൽ മികച്ച വരുമാനം കണ്ടെത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് ജോസേട്ടനെ വ്യത്യസ്തതയാർന്ന കൃഷി ചെയ്യുന്നതിനും തന്റെ ഉൽപ്പന്നങ്ങൾ കൃഷിയിടത്തിൽ നിന്ന് തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന ചിന്തയിലേക്കും എത്തിച്ചത്. ഒരു 10-20 വർഷമായിട്ട് കൂവ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. കൂവ കൃഷി ചെയ്ത് കൂവപ്പൊടി ഉണ്ടാക്കി വിൽപ്പന ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ബ്രാൻഡഡ് പ്രോഡക്റ്റായിട്ട് ഇൻജോസ് എന്ന പേരിൽ കൂവപ്പൊടി മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ റബ്ബർ തോട്ടത്താൽ നിബിഡമായ ജോസേട്ടന്റെ പുരയിടം ഇന്ന് കൂവ, കസ്തൂരിമഞ്ഞൾ, ഡ്രാഗൺ ഫ്രൂട്ട്, മത്സ്യകൃഷി, ചെറുതേനീച്ച കൃഷി എന്നിവയാൽ മനോഹരമായിരിക്കുകയാണ്. അങ്ങനെ ഇപ്പം ഒരു കൂട്ടം കൃഷി മാത്രമായിട്ട് പോയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തതുകൊണ്ട് പല കൃഷിയിലേക്ക് വരി. ആ ഒപ്പമാണ് കൂവ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. കൂവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കി മാർക്കറ്റിൽ ഇറക്കാൻ തുടങ്ങി. അതൊരു നല്ലൊരു വിജയമായിട്ട് കാണുന്നുണ്ട്. കൂവപ്പൊടി സംസ്കരണം തുടങ്ങിയിട്ട് ഒരു 10-20 വർഷമായി. അത് ചെറിയ രീതിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 5-8 വർഷമായിട്ട് ബൾക്കായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ധാരാളം കൂവ എനിക്ക് കൃഷി ഉണ്ടായിരുന്ന കൃഷി എല്ലായിടത്തുനിന്ന് സ്വന്തം കൃഷി അടുത്തുനിന്ന് കുറച്ച് കൂവപ്പൊടി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാക്കി കൃഷിക്കാരുടെ അടുത്തുനിന്ന് ഞാൻ കൂവ വാങ്ങിച്ച് അതും പൊടിയാക്കി എടുക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ എടുത്ത് കൂവ 3 തരം കൂവയുണ്ട്. വെള്ളക്കൂവ, മഞ്ഞക്കൂവ, നീലക്കൂവ. അതിൽ വെള്ളക്കൂവ എന്ന് പറയുന്ന സാധനം ഇതുണ്ട്. ഇത് ശരിക്കും ആരോ റൂട്ട് ഉള്ള പേരിൽ അറിയപ്പെടുന്നത് ഈ കൂവയാണ്. അതിൻ്റെ പൊടിയാണ് ഈ കാണുന്നത്. ഇപ്പോൾ എൻ്റെ സ്വന്തം പറയാൻ ടൈമിൽ ഇൻജോസ് എന്ന പേരിൽ ഇപ്പം ബ്രാൻഡ് ചെയ്താക്കിയിട്ടുണ്ട്. വെള്ളക്കൂവയുടെ പൊടിയാണിത്. മഞ്ഞക്കൂവയുണ്ട്. ഇതാണ് മഞ്ഞക്കൂവ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ മുറിച്ച് കഴിയുമ്പോൾ കാണുന്ന ഈ നിറം കൊണ്ടാണ് ഇത് മഞ്ഞക്കൂവ എന്ന് പറയുന്നത്. അതിൻ്റെ പൊടിയാണിത് ഈ കാണുന്നത്. അതിനൊരു ചെറിയ മഞ്ഞ നിറം കാണും. പിന്നെ ഉള്ളത് നീലക്കൂവ എന്ന് പറയും. ഇതാണ് നീലക്കൂവ. ഈ കൂവ മുറിച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ നീല നിറം ഉണ്ട്. അതുകൊണ്ടാണ് നീലക്കൂവ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ പൊടി നല്ല വൈറ്റായിരിക്കും. നീലക്കൂവ എന്ന് പറഞ്ഞത് ബ്രാൻഡ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. പാക്കറ്റുണ്ട്, ബോട്ടിലുണ്ട്. പിന്നെയുള്ളൊരു പ്രോഡക്റ്റ് കസ്തൂരി മഞ്ഞളാണ്. ഇന്നിപ്പം ഏറ്റവും കൂടുതൽ വ്യാജം ഇറങ്ങുന്നൊരു സാധനമാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. ഈ നമ്മുടെ കേരളത്തിലും പുറത്തുമൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് വിൽക്കുന്ന സാധനം ഈ മഞ്ഞക്കൂവയാണ്. മഞ്ഞക്കൂവ ഇത് ഉണക്കി പൊടിച്ച് കസ്തൂരി മഞ്ഞൾ എന്നുള്ള പേരിൽ വ്യാപകമായിട്ട് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ അതല്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള കസ്തൂരി മഞ്ഞൾ. അതിനൊരു ക്രീം കളറാണ്, നല്ലൊരു മണമുണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസം ഇതാ നോക്കുക. ഇത് മഞ്ഞക്കൂവ, ഇത് കസ്തൂരി മഞ്ഞൾ. ഇത് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടി. അതിൻ്റെ പൊടിയാണിത് ഈ കാണുന്നത്. പിന്നൊരു പ്രോഡക്റ്റാണ് ചെറുതേൻ. അതും ഇവിടെ നമുക്ക് കൃഷിയുണ്ട്.
ചെറുതേൻ വളർത്തിയിട്ട് അതിൽ നിന്നുണ്ടാക്കുന്ന തേനാണ്. ഇതാണ് ചെറുതേൻ. അതിന് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായി. അതിന് കൃഷി വകുപ്പിൽ നിന്നും ഒക്കെ അത്യാവശ്യം വേണ്ട സാമ്പത്തിക സഹായവും അതിൻ്റെ പുറമെ സപ്പോർട്ടും ഉണ്ടായിട്ടുണ്ട്. 2021-22 വർഷത്തെ ആത്മാ മാതൃകാ പ്രദർശന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂവ, കസ്തൂരിമഞ്ഞൾ എന്നിവ ഉണക്കുന്നതിനുള്ള ഡ്രയർ യൂണിറ്റിനും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാക്ക് ഹൗസ് പ്രൊജക്ടിലൂടെ 2.5 ലക്ഷം രൂപയുടെ ധനസഹായത്തിനും ഇദ്ദേഹം അർഹനായിട്ടുണ്ട്. കൂവപ്പൊടി വെള്ളം പല പ്രാവശ്യം വെള്ളം ഒഴിച്ച് കലക്കി അതിൻ്റെ കട്ട് കളഞ്ഞ് ക്ലീനാക്കി എടുത്ത് കഴിഞ്ഞിട്ട് അവസാനത്തെ സ്റ്റെപ്പാണ് ഉണങ്ങുന്നത്. ഉണങ്ങാനായിട്ട് നമ്മൾ ആ കൂവപ്പൊടിയുടെ വെള്ളം ഊറ്റിക്കളഞ്ഞാൽ പോലും അതിനകത്ത് കുറച്ച് കുഴഞ്ഞ സാധനമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ട്രേക്കകത്തോട്ട് ഒരു മര്യാദ കനത്തിൽ നിരത്തിയിട്ട് കഴിഞ്ഞാൽ അതവിടെ 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഉണങ്ങിയിട്ട് പൊട്ടി പീസായിട്ടിരിക്കും. അങ്ങനെയാണ് ഈ കാണുന്നത്. ഇതുണ്ടോ? മായം കലരാത്ത ശുദ്ധമായ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താവിലെത്തിക്കാൻ കഴിയുന്നതിനാൽ ഇന്ന് മാസം 1 ലക്ഷം രൂപയുടെ വരുമാനം ജോസേട്ടന് ലഭിക്കുന്നുണ്ട്. യുവ സംരംഭകരെ വരെ അതിശയിപ്പിക്കും വിധം injos.com എന്ന വെബ്സൈറ്റ് വഴിയും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് മുതലായ സോഷ്യൽ മീഡിയ വഴിയുമാണ് ഇദ്ദേഹം തന്റെ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിക്കുന്നത്. ശാസ്ത്രീയമായ കൃഷി രീതിയിലൂടെ ഇടനിലക്കാരില്ലാതെ ഉൽപ്പന്നങ്ങൾ വിപണി കണ്ടെത്തി എത്തിച്ചാൽ കൃഷി ഒരിക്കലും നഷ്ടമാവില്ല എന്ന സന്ദേശമാണ് ഈ പരമ്പരാഗത കർഷകൻ സമൂഹത്തിന് നൽകുന്നത്.